നമസ്കാരം. കാര്യം കാണാൻ നേതാക്കന്മാർ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പാണ്. നിലമ്പൂർ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. ആദ്യം പിണറായി പക്ഷത്തിന് നിലമ്പൂർ പിടിച്ചെടുക്കുന്നത് അൻവറിനെ തറപറ്റിക്കലിന്റെ ഭാഗം മാത്രമായിരുന്നെങ്കിൽ നിലവിൽ അത് അടുത്ത തുടർഭരണം ഇടതുപക്ഷം പിടിക്കുമോ എന്നതിന്റെ ഉത്തരത്തിന്റെ ആണിയടിക്കലിന്റെ ഭാഗം കൂടിയായി മാറുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കടമ്പകൾ മൂന്നാണ്. ഒന്ന്, നിലമ്പൂരിൽ ആര്യാടനെ വിജയിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ മുട്ടുകുത്തിക്കുക. രണ്ട്, അതിലൂടെ കേരളത്തിൽ പിണറായിയുടെ തുടർഭരണം ഇല്ല എന്നും പിണറായി സർക്കാരിനെതിരെ ജനവിദ്വേഷമാണ് ജനങ്ങളിൽ ഉള്ളത് എന്നും ഉറപ്പുണ്ടാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിന് അനുകൂല വിധിയുണ്ടാക്കുക. മൂന്ന്, കോൺഗ്രസിനെ പരക്കെ ആക്ഷേപിച്ചും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചും കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിനെ തോൽപ്പിക്കുക വഴി കോൺഗ്രസിന്റെ അൻവറിനോടുള്ള നിലപാട് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുക. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തനെ ഇറക്കി ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും ഒക്കെ തഴഞ്ഞിട്ടും താറടിച്ചിട്ടും ബി.ജെ.പി അധ്യക്ഷ പദവിയിൽ നിർത്തിയിട്ട് അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. ചുരുക്കത്തിൽ മണ്ഡലം പിടിക്കേണ്ടത് മൂന്ന് കൂട്ടർക്കും ഒരുപോലെ നിർണായകമാവുകയാണ്. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമസ്തയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്നായിരുന്നു പിണറായിയുടെ വാക്കുകൾ. സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയാത്ത സംഘടനകൾക്കാണ് നിലനിൽപ്പില്ലാത്തതെന്നും പിണറായി പറഞ്ഞു. സമസ്ത അങ്ങനെയല്ല. വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യ ഇടം സമസ്തയിൽ ഉണ്ട് എന്നും ചുരുക്കം ചില രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അത് കാണുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുത്തൽ വേണ്ടവ തിരുത്തി മുന്നേറാൻ ഇനിയും അവർക്ക് സാധിക്കുമെന്നും പിണറായി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സമസ്തയെ കയ്യിലെടുക്കാൻ പിണറായിയുടെ ശ്രമം. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച യു.ഡി.എഫ് നടപടിയെ സമസ്ത കാന്തപുരം വിഭാഗം ശക്തമായി എതിർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സമസ്ത വേദിയിലെത്തിയത്. സമസ്തയില്ലാത്ത കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസമാണ് എന്നതും സമസ്ത പേറുന്നത് പാരമ്പര്യ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെയും അവർ വിദ്വേഷ പ്രചരണം നടത്തിയിട്ടില്ല. മനുഷ്യരെ കൂട്ടി നിർത്താനാണ് എക്കാലവും അവർ ശ്രമിച്ചത് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ന്യായീകരിച്ച വി.ഡി. സതീശനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ശക്തമാകുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സമസ്ത അനുകൂല പരാമർശം വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. സമസ്തയെ കൂടി ഒപ്പം നിർത്താൻ സാധിച്ചാൽ നിലമ്പൂരിൽ മുന്നേറ്റം ഉറപ്പാക്കാമെന്നാണ് യു.ഡി.എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അത് ഒരിക്കലും എളുപ്പമല്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. അതിനാലാണ് വി.ഡി. സതീശൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. അതിനിടെ സമസ്ത ഒരു തുറന്ന പുസ്തകമാണെന്നായിരുന്നു സംഘടനയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പറഞ്ഞത്. ഒരു പെറ്റി കേസ് പോലും സമസ്തയുടെ പേരിലില്ല എന്നും വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP എന്നിവരുടെ പിന്തുണയിൽ ഇരു മുന്നണികളും തമ്മിൽ തർക്കം മുറുകുമ്പോഴാണ് ജിഫ്രി കോയ തങ്ങളുടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത ഉൾപ്പെടെ എതിർപ്പുന്നയിച്ചത് സർക്കാരിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. വിഷയം പുനഃപരിശോധിക്കണമെന്നും മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്നും സമസ്ത ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ തീരുമാനത്തിൽ സർക്കാരിന് ഒരു കടുംപിടുത്തവും ഇല്ലെന്നാണ് മന്ത്രി ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിച്ചത്. ഇനി ആരുടെയൊക്കെ കാലു പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആരുടെയൊക്കെ പുകഴ്ത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, നിലമ്പൂർ പിടിക്കും വരെ നല്ല നടപ്പ് തുടരാനാണ് നേതാക്കന്മാരുടെ ഒക്കെ ശ്രമം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം മുഖംമൂടികളൊക്കെ അഴിച്ചു വെച്ചിട്ട് ചെന്നായയും കുറുക്കനുമൊക്കെയായി മാറാൻ. ഇപ്പോഴത്തെ മുയലും മാനും ആടുമായി വേഷം കെട്ടുന്നവർക്ക് ഒക്കെ.